നമസ്കാരം, സഹകാരി റൈസ് പ്ലസിലേക്ക് സ്വാഗതം. നമ്മൾ മാനേജീരിയൽ എക്കണോമിക്സിൻ്റെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അതിനകത്ത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് നമ്മൾ 4 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രൈസ് ഇലാസ്റ്റിസിറ്റി, ഇൻകം ഇലാസ്റ്റിസിറ്റി, അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. ഇതിൽ ഓൾറെഡി നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയെയും ഇൻകം ഇലാസ്റ്റിസിറ്റിയെയും പറ്റി ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് പഠിക്കാനുള്ള 2 ടൈപ്സ് ഓഫ് ഇലാസ്റ്റിസിറ്റീസ് ആണ് അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി ആൻഡ് ക്രോസ് ഇലാസ്റ്റിസിറ്റി. അപ്പോൾ ഇത് രണ്ടും നമ്മൾ ഈ ഒരൊറ്റ ക്ലാസ്സിൽ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത് പോന്നിട്ട് അതോടുകൂടി നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നിട്ടുള്ള ടോപ്പിക്ക് കഴിയും. ഓക്കെ, അപ്പോൾ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി എന്താണ്? അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം എന്താണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്. നമുക്കറിയാം നമ്മൾ ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിനെ പറ്റിയിട്ടാണ്. എന്താണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്? ഏതെങ്കിലും ഒരു നമുക്കറിയാം ഡിമാൻഡിനെ ഡിറ്റർമിൻ ചെയ്യുന്ന അല്ലെങ്കിൽ ഡിമാൻഡിനെ അഫക്റ്റ് ചെയ്യുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് അല്ലേ. അപ്പോൾ ആ ഫാക്ടേഴ്സൊക്കെ ഇപ്പം ഒരു 10-20ഓളം ഫാക്ടേഴ്സ് കാണും. ആ ഫാക്ടേഴ്സ് എങ്ങനെയാണ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യുന്നത്? ഓക്കെ, ഇൻക്രീസ് ആണോ ഡിക്രീസ് ആണോ, അതൊക്കെയാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അതായത് ഒരു ഡിറ്റർമിനൻറ്റിൽ ഉണ്ടാകുന്ന ചേഞ്ച് ആ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡിൽ എന്തോരം വ്യത്യാസങ്ങൾ കൊണ്ടുവരും. ഇപ്പോൾ ഇൻകം ആണെങ്കിൽ ഒരാളുടെ ഇൻകം മാറുന്നതിനനുസരിച്ച് ഡിമാൻഡിൽ എന്തോരം വ്യത്യാസം വരും, അതാണ് നമ്മൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡിൽ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓരോ ഡിറ്റർമിനൻസ്, ആദ്യം നമ്മൾ പ്രൈസിനെ പറ്റി പറഞ്ഞു, പിന്നെ നമ്മൾ ഇൻകത്തെ പറ്റി പറഞ്ഞു, ഇനിയാണ് നമ്മൾ അഡ്വർടൈസ്മെൻറ്റിനെ പറ്റി പറയുന്നത്. നമുക്കറിയാമല്ലോ അഡ്വർടൈസ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സാധനം തന്നെയാണ്. കാരണം നമുക്ക് തന്നെ അറിയാം, നമ്മൾ പല സാധനങ്ങളും പരസ്യം കണ്ടിട്ട് മേടിക്കാൻ പോകാറുണ്ട് ഇല്ലേ. നമ്മൾ TV-യിൽ പരസ്യം വരും, അന്നേരം ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല, അപ്പോഴായിരിക്കും അങ്ങനെ ഒരു പ്രോഡക്റ്റിനെ പറ്റി നമുക്ക് മനസ്സിലാക്കുക അല്ലേ. ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് ഉണ്ടെന്ന് നമുക്ക് പരസ്യം ചെയ്താലല്ലേ അറിയാൻ പറ്റത്തുള്ളൂ. പുതിയൊരു പ്രോഡക്റ്റ് വന്നു, അല്ലെങ്കിൽ ഈ പ്രോഡക്റ്റ് ഇതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് എന്ന് നമുക്ക് അറിയണമെങ്കിൽ അതിനെന്ത് വേണം? അതിനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ചില പ്രോഡക്റ്റൊക്കെ നമ്മൾ ആഡ് കണ്ടിട്ടാണ് തിരിച്ചറിയുന്നത്, അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മൾ ഈ സോപ്പ്, നമ്മളെല്ലാവരും സോപ്പ് യൂസ് ചെയ്യുന്ന ആൾക്കാരാണല്ലോ. പുതിയൊരു സോപ്പ് മാർക്കറ്റിലേക്ക് ഇറങ്ങുമ്പോൾ അതിൻ്റെ അഡ്വർടൈസ്മെൻറ്റ് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം, ഇത്രയും ഗുണങ്ങളൊക്കെ ഇതിനകത്ത് പറയുന്നുണ്ടല്ലോ, ഉള്ളതാണോ എന്നെങ്കിലും നമുക്ക് അറിയണ്ടേ. എന്ത് ചെയ്യും? നമ്മൾ വാങ്ങിക്കും അല്ലേ. അപ്പം അതിനൊക്കെ നമ്മൾ എന്ത് ചെയ്യും? അഡ്വർടൈസ്മെൻറ്റിലൂടെയാണ് നമ്മളിതൊക്കെ അറിയുന്നതും നമുക്കിതൊക്കെ ട്രൈ ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹം തോന്നുന്നതൊക്കെ ഈ ആഡ്സ് കാണുമ്പോഴാണ്. സോ അതുകൊണ്ട് തന്നെ ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് എന്തെന്ന് പറയുന്നത്, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ എന്താണ് ഈ പറയുന്ന ബിസിനസ് ഫേംസ് ഒക്കെ ഈ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഹ്യൂജ് അഡ്വർടൈസ്മെന്റ് പ്രൊമോഷണൽ ആക്ടിവിറ്റീസ് ഒക്കെ ആയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ അവർ ചെലവഴിക്കാറുണ്ട്. നമ്മൾ തന്നെ ആലോചിക്കും, ഇത്രയും വലിയ എമൗണ്ട് കൊടുത്ത് പരസ്യം ചെയ്യുന്നു, പ്രൊമോഷൻസ് എന്താണ് സാമ്പിൾ കൊടുക്കുന്നു, അല്ലെങ്കിൽ ബൈ 1 get 1 ഫ്രീ കൊടുക്കുന്നു. ഇതൊക്കെ കൊടുക്കുമ്പോൾ ഇവർക്ക് നഷ്ടം സംഭവിക്കത്തില്ലേ? ഒരിക്കലും ഇല്ല. അവർ ഇതേപോലെ ഇങ്ങനെ ഈ പ്രൊമോഷൻ ആക്ടിവിറ്റീസ് ഇവർ ഫ്രീ സാമ്പിൾസ് കൊടുക്കുന്നതും, അല്ലെങ്കിൽ ബൈ 1 get 1 ഫ്രീ കൊടുക്കുന്നു, അല്ലെങ്കിൽ അഡ്വർടൈസ്മെന്റ് പത്രത്തിലും അവിടെ ഇവിടെയൊക്കെ കൊടുക്കുന്നു, അതിന് ചിലവാവുന്നുണ്ടെങ്കിലും അവരെന്താണ് അത് ഈ പറയുന്ന ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് അവരുടെ ഡിമാൻഡിൽ വ്യത്യാസം ഉണ്ടാകുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് അവരത് ചെയ്യുന്നത്. ഓക്കെ, ഇതാരെങ്കിലുമൊക്കെ കണ്ട് അവരുടെ പ്രോഡക്റ്റിൻ്റെ ഡിമാൻഡ് കൂടും എന്നുള്ളത് കൊണ്ടാണ് ഈ ഫേംസ് എല്ലാം എന്ത് ചെയ്യുന്നത്, അവരുടെ ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ ഈ പറയുന്ന അഡ്വർടൈസ്മെൻറ്റിനും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനും ഒക്കെ വേണ്ടി ചിലവഴിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് ഇലാസ്റ്റിസിറ്റിയിലോട്ട് വരികയാണ്. എന്താണ് അതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് പറയാം, അഡ്വർടൈസ്മെൻറ്റ് ആർ ബിക്കമിങ് എ മേജർ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ്. ഡിമാൻഡിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു മേജർ ഫാക്ടറാണ് എന്ത്, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ്സ് ആർ ബിക്കമിങ് മേജർ ഫാക്ടർ ഇൻഫ്ലുവൻസിങ് ഡിമാൻഡ്. മോസ്റ്റ് ഓഫ് ദ ബിസിനസ് ഫേംസ് spend a huge amount for advertisement and promotional activities as they create demand. എന്താണ്, മിക്കവാറും ഉള്ള എല്ലാ ബിസിനസ് ഫേംസും അഡ്വർടൈസ്മെന്റിനും പ്രൊമോഷണൽ ആക്ടിവിറ്റീസിനും ഒക്കെ വേണ്ടിയിട്ട് ഒരു ഹ്യൂജ് എമൗണ്ട് തന്നെ സ്പെൻഡ് ചെയ്യാറുണ്ട്. കാരണം എന്താണ്, ഈ പറയുന്ന അഡ്വർടൈസ്മെന്റും പ്രൊമോഷണൽ ആക്ടിവിറ്റീസും ഒക്കെ കണ്ടിട്ട് ആളുകൾ നമ്മുടെ പ്രോഡക്റ്റിലേക്ക് കൂടുതൽ അട്രാക്റ്റ് ആവും, അതുവഴി നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡ് കൂടും. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബിസിനസ് ഫേംസും അല്ലെങ്കിൽ അവരുടെ പ്രോഡക്റ്റിന് മേളിൽ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യാറുണ്ട്. ഓക്കെ, then the management must ascertain the extent of influence the advertisement exerts
on demand before making decisions on advertisement expenditure. അങ്ങനെ ഇവർ ഈ ഞാൻ പറഞ്ഞു ബിസിനസ് ഫേംസ് ഒക്കെ ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് ചെലവാക്കാറുണ്ട് അല്ലേ, ഹ്യൂജ് എക്സ്പെൻസ് അവർക്ക് വരാറുണ്ട് എന്ത് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റിന്. ഇങ്ങനെ അവർ ഈ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ചെലവാക്കുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഈ ഒരു പെർട്ടിക്കുലർ പ്രോഡക്റ്റിന് മുകളിൽ ഇത്രയും അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ കാശ് ചെലവഴിക്കുന്നതിന് മുമ്പ് മാനേജ്മെന്റ് എന്താണ് അവരൊന്ന് വിലയിരുത്തും. നമ്മൾ ഈ പ്രോഡക്റ്റിന് മേളിൽ ഇപ്പോൾ ഇത്രയും അഡ്വർടൈസ്മെന്റ് കൊടുക്കുകയാണെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് കൊണ്ട് ഇൻഫ്ലുവൻസ് ആയിട്ട് ഈ പ്രോഡക്റ്റിന് അത്രയും ഡിമാൻഡ് സൃഷ്ടിക്കാൻ കഴിയുമോ എന്ന് അസർട്ടൈൻ ചെയ്ത് എന്ന് വിലയിരുത്തിയതിന് ശേഷമാണ് അവർ ഈ എക്സ്പെൻഡിച്ചർ മുടക്കുന്നത്. അവർക്ക് ഉറപ്പുണ്ട്. കാരണം എന്താണ്, നമ്മളിപ്പം ഇത്രയും അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പ്രോഡക്റ്റ് അങ്ങോട്ട് ഇറക്കാൻ പോകുന്നേ ഉള്ളൂ, ഇതങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇപ്പോൾ ഇതിൻ്റെ ആവശ്യക്കാർ ഒരുപാടുണ്ട് എന്ന് നമുക്കറിയാം. അപ്പോൾ ഇത്രയും എക്സ്പെൻഡിച്ചർ കൊടുത്താലും ഇത്രയും അഡ്വർടൈസ്മെന്റിന് ഇത്രയും ചിലവായാലും അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് ഒക്കും എന്ന് എല്ലാം അസർട്ടൈൻ ചെയ്തതിന് ശേഷമാണ് അവർ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ നടത്തുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പഠിക്കുന്ന എന്താണ്, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ആണ്. എന്ന് വെച്ചാൽ നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ ചെലവഴിച്ചു. ഓക്കെ, നമ്മൾ പരസ്യം കൊടുത്തു. അപ്പോൾ നമ്മൾ ഈ ചെലവഴിച്ച അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ചിലപ്പോൾ ഒരു 10% നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചറിന് വേണ്ടി ചെലവഴിച്ചതെങ്കിൽ അത് എത്രത്തോളമാണ് നമ്മുടെ ഡിമാൻഡിനെ കൂട്ടിയത്. ഇപ്പം നമ്മൾ ഓൾറെഡി സെയിലിലുള്ളതാണെങ്കിൽ നമ്മൾ ഈ ഒരു ഈ പരസ്യത്തിന് വേണ്ടി നമ്മൾ ഇത്ര രൂപ ചെലവാക്കിയെങ്കിൽ നമ്മുടെ സെയിലിനകത്ത് അത് എത്രത്തോളം ഇൻക്രീസ് കൊണ്ടുവന്നിട്ടുണ്ട്, എത്രത്തോളം റെസ്പോണ്ട് അതിനകത്ത് വന്നിട്ടുണ്ട്. ഈ അഡ്വർടൈസ്മെന്റിന് മുന്നേ ചിലപ്പോൾ ഒരു 500 യൂണിറ്റ് ആയിരിക്കും സെല് ചെയ്തിട്ടുണ്ട്. അഡ്വർടൈസ്മെന്റിന് ശേഷം ചിലപ്പോൾ ഒരു 800 യൂണിറ്റിലേക്ക് മാറിയിട്ടുണ്ടാവും. അപ്പോൾ എത്രയാണ് ആ ഡിഗ്രി ഓഫ് റെസ്പോൺസ് നമ്മുടെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ കൊണ്ട് നമ്മുടെ ഈ പറയുന്ന പ്രോഡക്റ്റിന്റെ ഡിമാൻഡിൽ ഉണ്ടായിട്ടുള്ള ഡിഗ്രി ഓഫ് റെസ്പോൺസീവ്നെസ്സിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത്. അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റിനെ നമ്മൾ പ്രൊമോഷണൽ ഇലാസ്റ്റിസിറ്റി എന്നും പറയാറുണ്ട്. കാരണം അഡ്വർടൈസ്മെന്റ് കൊടുക്കുക എന്ന് പറയുന്ന ഒരു പാർട്ട് ഓഫ് പ്രൊമോഷനാണ്. ഓക്കെ, അഡ്വർടൈസ്മെന്റ് പരസ്യം കൊടുക്കുക, അത് പത്രത്തിലാവാം, ബിൽ ബോർഡ് ആവാം, TV-യിലാവാം, റേഡിയോയിലാവാം, എന്ത് വേണമെങ്കിലും ആവാം, എന്ത് മീഡിയ വേണമെങ്കിലും ആവാം, പ്രൊമോഷനാണ്. അല്ലാതെ നമുക്ക് പ്രൊമോഷൻ കൊടുക്കാൻ പറ്റും. ഫ്രീ സാമ്പിൾസ് കൊടുക്കാറുണ്ട്, ബൈ 1 get 1 ഫ്രീ കൊടുക്കാറുണ്ട്, അതുപോലെ തന്നെ കൂപ്പൺസ് കൊടുക്കാറുണ്ട്. പിന്നെന്താണ്, ഈ മത്സരങ്ങളൊക്കെ നടത്താറുണ്ടല്ലോ, ക്യാമ്പയിൻസ് നടത്താറുണ്ട്. ഇതെല്ലാം എന്താണ്, അഡ്വർടൈസ്മെന്റ് ആണ്. സോ പ്രൊമോഷൻസ് എല്ലാം എന്താണ്, പ്രൊമോഷനും ഈ പ്രൊമോഷൻ്റെ ഒരു ടൈപ്പ് ഓഫ് പ്രൊമോഷൻ ആണ് എന്ത്, അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഇലാസ്റ്റിസിറ്റിയെ നമുക്ക് എന്തെന്നും പറയാം, പ്രൊമോഷണൽ ഇലാസ്റ്റിസിറ്റി എന്നും പറയാം. അതുപോലെ തന്നെ അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്നത് EA ആണ്, A ഫോർ അഡ്വർടൈസ്മെന്റ്. ഓക്കെ, നമുക്ക് നോക്കാം. The management must ascertain the extent of influence the advertisement exerts on demand before making decisions on advertisement expenditure. എന്താ, ഈ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഈ എക്സ്പെൻഡിച്ചർ ചെലവഴിക്കുന്നതിന് മുന്നേ, പരസ്യം കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇത്ര എമൗണ്ട് ഒക്കെ ചെലവഴിക്കുന്നതിന് മുന്നേ മാനേജ്മെന്റ് ഉറപ്പായിട്ടും വിലയിരുത്തണം എന്ത്, ഈ അഡ്വർടൈസ്മെന്റിന് ഡിമാൻഡിന്റെ മേളിൽ എന്തോരം ഇൻഫ്ലുവൻസ് ചെലുത്താൻ പറ്റും, അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിന്റെ മേളിൽ, നമ്മുടെ പ്രോഡക്റ്റിന്റെ ഡിമാൻഡിന്റെ മേളിൽ എത്രത്തോളം മാറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് നമ്മൾ വിലയിരുത്തണം. Okay, then the advertisement elasticity refers to the degree of responsiveness of demand to change in advertisement expenditure. എന്താണ് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്? The degree of responsiveness of demand to change in advertisement expenditure. എന്താണ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ വരുത്തുന്നത് വഴി എത്രത്തോളമാണ് നമ്മുടെ ഡിമാൻഡിൽ ചേഞ്ച് കൊണ്ടുവരുന്നത് എന്ന് നോക്കുന്നതാണ് എന്തെന്ന് പറയുന്നത്. അതായത് നമ്മൾ അഡ്വർടൈസ്മെന്റ് നടത്തി, അതിന് നമുക്ക് ഇത്ര രൂപ ചെലവായി, ഈ ചെലവായ തുക ഇത്രയാണെന്ന് നമുക്കറിയാം. ഓക്കെ, ആ അഡ്വർടൈസ്മെന്റ് നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡിമാൻഡിൽ എന്തോരം ചേഞ്ച് വന്നു, അല്ലെങ്കിൽ എന്തോരം പെർസെൻറ്റേജ് സെയിൽ നമുക്ക് കൂടി, ഇതൊക്കെ നോക്കുന്നതാണ് എന്ത്, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് പ്രൊമോഷണൽ ഇലാസ്റ്റിസിറ്റി. അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റിയെ നമ്മൾ എന്തെന്നും പറയും, പ്രൊമോഷണൽ ഇലാസ്റ്റിസിറ്റി എന്നും പറയും. ഇനി ഈ അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി നമ്മൾ എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് നോക്കാം. ഓക്കെ,
നമ്മൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റിയും ഇൻകം ഇലാസ്റ്റിസിറ്റിയും ഒക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ പഠിച്ച 2 മെത്തേഡ് ഉണ്ട്. എന്താണ്? പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡും ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡും. ഈ 2 മെത്തേഡും യൂസ് ചെയ്ത് തന്നെയാണ് എന്ത് അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റിയും നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്കറിയാം പോയിന്റ് ഇലാസ്റ്റിസിറ്റിയും ആർക്ക് ഇലാസ്റ്റിസിറ്റിയും. പ്രൈസ് ഇലാസ്റ്റിസിറ്റിയിൽ നമ്മൾ അഡീഷണൽ ഒരെണ്ണം കൂടി പഠിച്ചിട്ടുണ്ടായിരുന്നു, ടോട്ടൽ എക്സ്പെൻഡിച്ചർ. അത് നമുക്ക് ഇല്ല, അത് സെയിൽസിൽ മാത്രം ഉള്ളതാണ്. ഇൻകത്തിലോട്ട് വന്നപ്പോൾ നമ്മൾ പോയിന്റ് ഇലാസ്റ്റിസിറ്റിയും ആർക്ക് ഇലാസ്റ്റിസിറ്റിയാണ് പഠിച്ചത്. സോ അഡ്വർടൈസ്മെന്റിലും നമുക്ക് ആ 2 മെത്തേഡ് തന്നെയാണുള്ളത്. എന്ത്? പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് വെച്ചിട്ടും നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി മെഷർ ചെയ്യാറുണ്ട്. ദെൻ ആർക്ക് ഇലാസ്റ്റിസിറ്റി വെച്ചിട്ടും ചെയ്യാറുണ്ട്. ഓക്കെ, അപ്പൊ എപ്പോഴാണ് പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്, എപ്പോഴാണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് എന്ന് ഇപ്പൊ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും. കാരണം എന്താണ്? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ചേഞ്ച് 20% കുറവാകുമ്പോഴാണ് നമ്മൾ പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ചേഞ്ച് 20% അധികം വരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ഹ്യൂജ് വേരിയേഷൻ വരുമ്പോൾ, ചെറിയ ചെറിയ ചേഞ്ചസ് ഒക്കെയാണ്. അത് ആദ്യം നമ്മൾ 25,000 രൂപയ്ക്കാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ നടത്തിയത്. തൊട്ടടുത്ത വർഷം ഒരു 26,000 രൂപയ്ക്ക് നടത്താമെന്ന് വിചാരിക്കുന്നു. ഒരു ചെറിയ ചേഞ്ച്, 1000 രൂപയുടെ ചേഞ്ചേ വന്നുള്ളൂ. ആ സമയത്ത് നമ്മൾ എന്ത് യൂസ് ചെയ്യും? നമ്മൾ പോയിന്റ് ഇലാസ്റ്റിസിറ്റി. നേരത്തെ നമ്മൾ 25,000 രൂപയ്ക്കാണ് ആഡ് കൊടുത്തുകൊണ്ടിരുന്നത്. ഇത്തവണ നമ്മളത് മാറ്റിയൊരു 75,000 രൂപയ്ക്ക് കൊടുക്കാൻ നിന്ന് ഹ്യൂജ് ചേഞ്ച് ആണ് അല്ലേ? 50,000 രൂപയുടെ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ്? ആർക്ക് ഇലാസ്റ്റിസിറ്റിയിലോട്ടായിരിക്കും നമ്മൾ പോകുന്നത്. സോ അങ്ങനെ തന്നെയാണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്. നമുക്ക് 2 മെത്തേഡ്സ് ഉണ്ട്. എന്താണ്? പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡും ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്. അപ്പോൾ പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് അനുസരിച്ച് നമുക്ക് എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് അഡ്വർടൈസ്മെന്റ് കണ്ടുപിടിക്കുന്നതെന്ന് വെച്ചാൽ, അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് അല്ലെങ്കിൽ ഡിമാൻഡ്. ഒന്നുകിൽ ചിലപ്പോൾ സെയിൽ കൂടിയെന്നായിരിക്കും പറയുക, അല്ലെങ്കിൽ ഡിമാൻഡ് കൂടിയെന്നാണ്. എന്താണെങ്കിലും ശരിയാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഓർ ഡിമാൻഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇതൊരു ഇക്വേഷൻ ഫോമിൽ പറഞ്ഞാൽ എന്താണ് പറയുക? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എ ഇൻറ്റു എ ബൈ ക്യൂ. എന്താണ് ക്യൂവും എയും ഒക്കെ? ക്യൂ റെപ്രസെൻറ്റ്സ് ക്വാണ്ടിറ്റി, ഒറിജിനൽ ക്വാണ്ടിറ്റി. എ റെപ്രസെൻറ്റ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഡെൽറ്റ ക്യൂ എന്ന് വെച്ചാൽ ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി, ഡെൽറ്റ എ മീൻസ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, അപ്പം എന്താണ് ക്യൂ വരുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് അല്ലെങ്കിൽ ചേഞ്ച് ഇൻ സെയിൽസ്. ഡെൽറ്റ എ ഡിനോട്ട്സ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. എ സ്റ്റാൻഡ്സ് ഫോർ ഒറിജിനൽ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ആൻഡ് ക്യൂ സ്റ്റാൻഡ്സ് ഫോർ ഒറിജിനൽ ഡിമാൻഡ്. ഒരു എക്സാമ്പിൾ ഞാൻ പറയാം. ഇപ്പൊ തുടക്കത്തിൽ നമ്മുടെ കമ്പനിയിൽ ഒരു 20,000 യൂണിറ്റ് ആണ്. നമ്മളിപ്പോൾ നമ്മുടെ പുതിയ പ്രോഡക്റ്റ് ഒന്നുമല്ല, ഓൾറെഡി മാർക്കറ്റിലുള്ള പ്രോഡക്റ്റ് ആണ്. സോ നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ എല്ലാ വർഷവും ചെലവഴിച്ചുകൊണ്ടിരിക്കുന്നത് 25,000 രൂപയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ 25,000 രൂപയ്ക്ക് നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ എല്ലാം ചെലവഴിച്ച് നമ്മൾ 25,000 രൂപയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു. ആ സമയത്ത് നമുക്ക് നടക്കുന്ന സെയിൽ അല്ലെങ്കിൽ നമ്മുടെ ഡിമാൻഡ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 യൂണിറ്റ് ആണെന്ന് വിചാരിക്കാം. എത്ര? 20,000 യൂണിറ്റ്സ്. ദെൻ ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? നമ്മൾ കുറച്ചും കൂടി, അതായത് നമ്മൾ വിചാരിക്കുകയാണ്, നമ്മളെ എക്സ്പേർട്സ് വിചാരിക്കുകയാണ് എന്താണ്, നമ്മളിപ്പം കുറച്ചും കൂടി എമൗണ്ട് അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിച്ചാൽ ഒരു 5,000 യൂണിറ്റ് സെയിലും കൂടി നമുക്ക് വരും എന്ന് നമ്മൾ നോക്കുകയാണ്. അപ്പം ഒരു 27,000 രൂപ നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ആയിട്ട് ഫിക്സ് ചെയ്യുന്നു. ദെൻ ഒരു 5,000 യൂണിറ്റും കൂടി അധികം വരും. അപ്പോൾ എത്രയാവും? 25,000 യൂണിറ്റ് ആയിട്ട് മാറും നമ്മുടെ സെയിൽ എന്ന് നമ്മൾ ഫോർകാസ്റ്റ് ചെയ്യുന്നു. അത് വെച്ചിട്ട് നമ്മുടെ അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. എങ്ങനെയാണ് വരുന്നത്? അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി എങ്ങനെ കണ്ടുപിടിക്കും? ഇ എ ഇസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഇങ്ങനെയല്ലേ വരുന്നത്? സോ ആദ്യം തന്നെ നമുക്ക് നോക്കുക, പോയിന്റ് ഇലാസ്റ്റിസിറ്റി ആണോ ആർക്ക് ഇലാസ്റ്റിസിറ്റി ആണോ എന്ന് അറിയണം. സോ ആദ്യം തന്നെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് എത്രയുണ്ടെന്ന് നോക്കാം. ഓക്കെ, എത്രയാണ് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിച്ചുകൊണ്ടിരുന്നത്? 25,000 രൂപയാണ്. അത് എത്രയായിട്ട് മാറി? 27,000 ആയിട്ട് മാറുവാണ്. സോ 2,000 രൂപ നമ്മൾ അധികം ഇനി എക്സ്പെൻഡിച്ചറിന് വേണ്ടിയിട്ട്, ഇനി അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ അധികം ചെലവഴിക്കും. സോ പെർസെൻറ്റേജ് കാണാൻ നമ്മൾ ഇനിയിപ്പോൾ അധികം ചെലവഴിക്കുന്ന തുക എടുക്കുക. 2,000
ഡിവൈഡഡ് ബൈ എത്ര രൂപയിൽ നിന്നാണ് എത്ര രൂപയിലേക്ക് മാറുന്നത്? നേരത്തെ 25,000 വെച്ചായിരുന്നു നമ്മൾ അഡ്വർടൈസ്മെന്റ് കൊടുത്തോണ്ടിരുന്നത്. ഇനി നമ്മൾ 27,000 രൂപയിലേക്കല്ലേ മാറുന്നത്. സോ നമ്മുടെ ബേസ് എമൗണ്ട് ആണ് എടുക്കേണ്ടത്. എത്രയാണ്? 25,000. ഇങ്ങനെയല്ലേ വരുന്നത്? പെർസെൻറ്റേജ് കണ്ടുപിടിക്കണ്ടേ? സോ ഇൻറ്റു 100 കൊടുക്കുക. എന്താ 25 4 എത്ര വരും? 8% എന്ന് വരും അല്ലേ? 8% എന്ന് വരും. സോ 8% 20% താഴെ ആയതുകൊണ്ട് തന്നെ ഇതെന്താണ്? പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡാണ്. സോ നമുക്ക് പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് കിട്ടി. ഇനി എന്ത് വേണം? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി ഡിമാൻഡഡ് വേണം അല്ലേ? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. നമുക്കറിയാം നമ്മൾ 25,000 രൂപ ചെലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ നമുക്ക് 20,000 യൂണിറ്റ് ആയിരുന്നു സെയിൽ നടന്നുകൊണ്ടിരുന്നത്. നമ്മൾ 27,000 രൂപ ചെലവഴിച്ചാൽ നമുക്ക് 25,000 യൂണിറ്റ് നമുക്ക് സെയിൽ നടക്കും എന്നാണ് പറയുന്നത്. സോ 5,000 രൂപയുടെ 5,000 യൂണിറ്റിന്റെ ഡിഫറൻസ് ആണ് വരുന്നത്. സോ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എങ്ങനെ കണ്ടുപിടിക്കുക? എത്രയാണോ ഡിഫറൻസ് വരുന്നത് ഡിവൈഡഡ് ബൈ ബേസ് ക്വാണ്ടിറ്റി. എത്രയാണ്? 20,000 ഇൻറ്റു 100 എത്ര വരും? 25 എന്ന് വരും അല്ലേ? 25%. അതായത് 8% നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ചെലവഴിച്ചാൽ 25% നമുക്ക് എന്തുണ്ടാവും? ഡിമാൻഡിൽ കൂടുതൽ ഉണ്ടാവും. അപ്പൊ തന്നെ നമുക്കറിയാം എന്താണ്? യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി അല്ല, യൂണിറ്റിനേക്കാളും മുകളിൽ കിട്ടും. ഇവിടെ അങ്ങനെ അഡ്വർടൈസ്മെന്റിൽ അങ്ങനെയൊന്നും പറയുന്നില്ല. നമുക്കറിയാമല്ലോ ഈക്വൽ ടു 1 ആണെങ്കിലാണ് നമുക്ക് എന്തെന്ന് പറയുക? നമുക്ക് യൂണിറ്റ് ഇലാസ്റ്റി. ഇപ്പൊ യൂണിറ്റിനേക്കാളും മുകളിൽ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റിയെക്കാളും മുകളിൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? കാരണം 8% അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ കൊടുത്താൽ 8% ഡിമാൻഡ് തന്നെയാണ് കൂടുന്നതെങ്കിൽ എന്താണ്? അത് യൂണിറ്റ് ആണ് അല്ലേ? സെയിം ആണ്. ഇവിടെ 8% നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി അധികം ചെലവഴിക്കുമ്പോൾ നമുക്ക് അധിക ഡിമാൻഡ് എത്ര കിട്ടുന്നുണ്ട്? 25% നമുക്ക് ഡിമാൻഡ് വരുന്നുണ്ട്. സോ എന്താണ്? യൂണിറ്റിനേക്കാളും മുകളിലാണ്. അപ്പൊ എത്രയാണ് നമ്മുടെ ഇലാസ്റ്റിസിറ്റി ഓഫ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി എത്രയാണ്? 25 ആണ്. ഡിവൈഡഡ് ബൈ 8 എത്ര വരും? 3.125 എന്നാണ് വരിക. സോ എന്താണ്? മോർ ദാൻ 1 ആയി. നല്ല ഇലാസ്റ്റിസിറ്റി ഉണ്ട്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് ഇത്രയും ചെലവഴിച്ചാൽ ആ ഒരു പ്രോഡക്റ്റിന്റെ ഡിമാൻഡിൽ നല്ല മാറ്റം സംഭവിക്കാം എന്നാണ്. ഈ 3.125 ഒക്കെ എന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ഇലാസ്റ്റിസിറ്റി ഉള്ളതാണ്. അതായത് അഡ്വർടൈസ്മെന്റ് കൊടുത്തോ ഒരു കുഴപ്പമില്ല, എന്ത് സംഭവിക്കും? നല്ല രീതിക്ക് ചേഞ്ച് ഡിമാൻഡിൽ വരും. ഓക്കെ, പോസിറ്റീവ് ചേഞ്ച് ആയിരിക്കും ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. സോ പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് വെച്ചിട്ട് ഈ രീതിക്കാണ്. ഇനി ഇത് ഇക്വേഷനിൽ ഇട്ടാലും ഇത് തന്നെ കിട്ടും. എന്താണ് ഇക്വേഷൻ? ഡെൽറ്റ ക്യൂ ഡിവൈഡഡ് ബൈ ഡെൽറ്റ എ ഇൻറ്റു എ ബൈ ക്യൂ ആണ്. എന്താണ് ഡെൽറ്റ ക്യൂ? ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. എത്രയാണ്? 5,000 ആണ് ചേഞ്ച് ഇൻ ക്വാണ്ടിറ്റി. ഡിവൈഡഡ് ബൈ ഡെൽറ്റ എ ചേഞ്ച് ഇൻ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. എത്രയാണ്? 2,000 അല്ലേ? ഇൻറ്റു എ എത്രയായിരുന്നു? എ അഡ്വർടൈസ്മെന്റ് ആദ്യത്തെ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത് 25,000 ആയിരുന്നു. ഡിവൈഡഡ് ബൈ എത്രയായിരുന്നു? ബേസ് ക്വാണ്ടിറ്റി വരുന്നത് 20,000 ആയിരുന്നു. എത്ര വരും നോക്കൂ. ഇവിടെയും ഇത് തന്നെയല്ലേ വരുന്നത്? 25 ഡിവൈഡഡ് ബൈ 8 എന്ന് തന്നെ ഇവിടെയും വരും അല്ലേ? 25 ഡിവൈഡഡ് ബൈ 8 അപ്പൊ എത്ര വരും? 3.125 എന്ന് വരും. സോ ഏത് രീതിയിൽ കണ്ടുപിടിച്ചാലും നമുക്ക് എന്താണ് മതി? ഒന്നുകിൽ ഇക്വേഷൻ ഇടുക, ഡയറക്റ്റ് നമ്മുടെ ആൽഫബറ്റിക്കൽ ഇക്വേഷൻ ഇടുക, അല്ലെങ്കിൽ നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിച്ച് ചെയ്യുക. എന്താണെങ്കിലും ഒരേ ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നത്. അപ്പോൾ പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡിൽ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുക. Then, since the increase in advertisement expenditure causes increase in sales, the advertisement elasticity is always positive. എന്താണ്? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ വരുന്ന ഒരു ഇൻക്രീസ് സെയിൽസിലും അല്ലെങ്കിൽ ഡിമാൻഡിലും ഇൻക്രീസ് തന്നെയാണ് കൊണ്ടുവരുന്നതെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി എന്താണെന്ന് പറയാം? പോസിറ്റീവ് ആണെന്ന് പറയാം. എന്താണ്? നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ ഇത്ര രൂപയാണ് എല്ലാ വർഷവും ചെലവഴിച്ചുകൊണ്ടിരുന്നത്. ഈ വർഷം കുറച്ച് ചേഞ്ച് കൊണ്ടുവരാണ്, കുറച്ചധികം എമൗണ്ട് നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞാൽ 2,000 രൂപ അധികം ചെലവഴിച്ചു അല്ലേ? അപ്പോൾ അധികം ചെലവഴിക്കുന്നു. അപ്പോൾ ആ അധികം ചെലവഴിക്കുന്ന എമൗണ്ട്, ആ ഒരു പെർസെൻറ്റേജ് കാണുമല്ലോ, അതിനേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ ആ ഒരു അധികം ചെലവഴിക്കുന്ന എമൗണ്ട് ഒരു ഇൻക്രീസ് നമ്മൾ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചറിൽ ഒരു ഇൻക്രീസ് കൊണ്ടുവരുമ്പോൾ അതിന് അനുസരിച്ച് സെയിലും ഇൻക്രീസ് ആവുന്നുണ്ടെങ്കിൽ അഡ്വർടൈസ്മെന്റ് ഇലാസ്റ്റിസിറ്റി പോസിറ്റീവ് ആണെന്ന് പറയാം. അത് ചിലപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ 8% നമ്മൾ എന്ത് കൊണ്ടുവന്നു? അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടി,
ഇവിടെ എത്ര ശതമാനം സെയിൽ കൂടി, 25% ഡിമാൻഡ് കൂടി. അത്രയും തന്നെ വരണമെന്നില്ല. ചിലപ്പോൾ 8% എക്സ്പെൻഡിച്ചർ കൂടുവാണെങ്കിൽ 8% തന്നെ ഡിമാൻഡും കൂടത്തുള്ളൂ. അല്ലെങ്കിൽ 8% എക്സ്പെൻഡിച്ചർ കൂട്ടുകയാണെങ്കിൽ നമുക്ക് എത്ര 4% ചിലപ്പോൾ എന്തുണ്ടാവുള്ളൂ, ഡിമാൻഡ് കൂടത്തുള്ളൂ. എന്താണെങ്കിലും ഡിമാൻഡ് കൂടുമല്ലോ. ഓക്കെ, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ കൊണ്ടുവന്നിട്ട് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തിട്ട് ഡിമാൻഡ് കൂടുവാണെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം, ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അത് പ്രപ്പോർഷനേക്കാളും കൂടുതലാണെങ്കിലും കുറവാണെങ്കിലും ഈക്വൽ ആണെങ്കിലും അത് എന്താണ്, പോസിറ്റീവ് ഇലാസ്റ്റിസിറ്റി എന്നാണ് പറയേണ്ടത്. ഹിയർ it should also be remembered that a firm could add to profit by additional advertisement expenditure only if its advertisement elasticity is more than unity. That is, if 1% increase in advertisement expenditure leads to more than 1% in sale. ഇവിടെ എന്താ നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മുടെ ബിസിനസ്സിന് ഈ പറയുന്ന അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ചെലവഴിച്ചത് കൊണ്ട് നമ്മുടെ പ്രോഡക്റ്റിൽ ഒരു ഡിമാൻഡ് ഉണ്ടായി. ഓക്കെ, പക്ഷെ ഫേമിന് പ്രോഫിറ്റ് ഉണ്ടായി എന്ന് പറയണമെങ്കിൽ, ഇപ്പം പറയുന്ന പോലെ നമ്മൾ 8% അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിച്ചു. ഓക്കെ, എക്സ്പെൻഡിച്ചർ 8% കൂട്ടി, 4% മാത്രമേ സെയിൽ കൂടിയിട്ടുള്ളൂ എങ്കിൽ നമുക്ക് ഈ പറയുന്ന എക്സ്പെൻഡിച്ചർ കവർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓൾറെഡി 8% എക്സ്പെൻഡിച്ചർ കൂട്ടിയിട്ടാണ് 4% ഡിമാൻഡ് വന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, നമ്മുടെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചറിന് ഇതുവരെയും കവർ ചെയ്യാൻ പറ്റിയിട്ടില്ല. സോ അതൊരിക്കലും ഒരു പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റില്ല. ഇനി 8% എന്താണ്, അപ്പോൾ ഇതെന്താണ്, ലെസ് ദാൻ യൂണിറ്റി ആയുള്ളൂ. ഓക്കെ, ഇനി 8% തന്നെ എക്സ്പെൻഡിച്ചർ കൂട്ടി, 8% തന്നെ ഡിമാൻഡും കൂടി. ഓക്കെ, അതായത് യൂണിറ്റി ഇലാസ്റ്റിസിറ്റി ആയി അല്ലേ. ഇപ്പോഴും നമുക്ക് ഫേമിന് പ്രോഫിറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. കാരണം എക്സ്പെൻഡിച്ചറിന് ഇതുവരെയും കവറപ്പ് ചെയ്തിട്ടില്ല. 8% എക്സ്പെൻഡിച്ചർ ഉണ്ടെങ്കിൽ 8% തന്നെ എന്തും കൂടിയിട്ടുള്ളൂ, ഡിമാൻഡും കൂടിയിട്ടുള്ളൂ. അപ്പോൾ ഒരിക്കലും പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ദെൻ തേർഡ് കേസ് എന്താണ്, 8% എന്താണ് എക്സ്പെൻഡിച്ചർ, അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ഇൻക്രീസ് ചെയ്തു, സെയില് ഡിമാൻഡ് എത്ര കൂടി, ഒരു 13% കൂടി എന്ന് വെക്കുക. എന്താണ്, മോർ ദാൻ യൂണിറ്റി ആയി അല്ലേ, മോർ ദാൻ യൂണിറ്റി ആയി. ഇത് നമുക്ക് എന്താണെന്ന് പറയാം, പ്രോഫിറ്റ് ആണ്. ഫേമിനെ സംബന്ധിച്ചിടത്തോളം അഡീഷണൽ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ കൊടുത്തത് വഴി നമുക്ക് പ്രോഫിറ്റ് ആണ്, നമുക്ക് പ്രോഫിറ്റിലേക്ക് ആഡ് ചെയ്യാൻ സാധിക്കും. കാരണം എന്താണ്, നമ്മൾ ചെലവഴിച്ചത് ആകെ 8% മാത്രമേ ഉള്ളൂ. പക്ഷെ നമുക്ക് ഡിമാൻഡ് എത്ര ഇതിലേക്ക് വളർന്നു, 8%-നേക്കാൾ മുകളിൽ നമുക്ക് എന്തുണ്ടായി, നമുക്ക് ഡിമാൻഡ് ഉണ്ടായി. സോ അത് നമുക്കൊരു പ്രോഫിറ്റ് ആണെന്ന് നമുക്ക് ആ ഒരു കേസിൽ മാത്രമേ നമുക്ക് പ്രോഫിറ്റ് ആണെന്ന് പറയാൻ പറ്റൂ. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും ലെസ് ദാൻ യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും നമുക്ക് പ്രോഫിറ്റ്, കാരണം കവർ ചെയ്യുന്നില്ല അല്ലേ, പ്രോഫിറ്റ് ആണെന്ന് പറയാൻ സാധിക്കില്ല. ഏത് കേസിൽ മാത്രമേ, മോർ ദാൻ യൂണിറ്റി എന്ന് പറയുന്ന കേസിൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ചെലവഴിക്കുന്ന തുക എക്സ്പെൻഡിച്ചർ നമ്മുടെ പ്രോഫിറ്റിനെ കവറപ്പ് ചെയ്തു അല്ലെങ്കിൽ പ്രോഫിറ്റ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയെന്ന് നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. Okay, if not, the increased advertisement expenditure will drain away the present profit. എന്താണ് ഈ മോർ ദാൻ യൂണിറ്റി അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയാണ് നമ്മൾ അസ്യൂം ചെയ്യുന്നത്, നമ്മുടെ കയ്യിലുള്ള പ്രോഫിറ്റും കൂടി ഡ്രെയിൻ ചെയ്തുകൊണ്ട് പോകുന്ന പോലെയാണ്. കാരണം എന്താണ്, നമ്മൾ ഈ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുക്കുന്ന നമ്മുടെ പ്രോഫിറ്റിൽ നിന്ന് എടുത്തിട്ടല്ലേ. അപ്പോൾ അത്രയും പ്രോഫിറ്റിനെ കവർ ചെയ്യാൻ പറ്റില്ല. യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിലും ലെസ് ദാൻ യൂണിറ്റി ആണെങ്കിലും നമ്മൾ ചെലവഴിക്കുന്ന തുക പോലും നമുക്ക് കവറപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് നമ്മുടെ പ്രസന്റ് പ്രോഫിറ്റിനെ തന്നെയല്ലേ എഫക്റ്റ് ചെയ്യുക. സോ അതാണ് എന്തെന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാണ് നമ്മൾ എന്തില് പോയിന്റ് ഇലാസ്റ്റിസിറ്റി മെത്തേഡിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ്. ഓക്കെ, നമ്മൾ ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് യൂസ് ചെയ്ത് എപ്പോഴാണ് ചെയ്യുന്നത്, ഈ കൊണ്ടുവരുന്ന അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ കൊണ്ടുവരുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് 20% ഓർ മോർ ആണെങ്കിലാണ് നമ്മൾ ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എപ്പോഴും ഞാൻ പറയണ്ടല്ലോ, കാരണം ഇൻകം ഇലാസ്റ്റിസിറ്റി പഠിപ്പിച്ചപ്പോഴും പ്രൈസ് ഇലാസ്റ്റിസിറ്റി പഠിപ്പിച്ചപ്പോഴും ഞാൻ പറഞ്ഞതാണ്, നമ്മൾ അഡ്വർടൈസ്മെന്റിന് വേണ്ടി ചെലവഴിക്കുന്ന തുക, അതിൻ്റെ ആ ഒരു ചേഞ്ച്, നമ്മളിപ്പം 20,000 രൂപയായിരുന്നു. ഓക്കെ, 20,000 രൂപയായിരുന്നു ഇത്രയും നാൾ ചെലവഴിച്ചത്. ഇനി നമ്മൾ ചെലവഴിക്കാൻ പോകുന്ന 1,00,000 രൂപയാണ്. അപ്പോൾ എന്തായാലും ഒരു ഹ്യൂജ് ചേഞ്ച് ഉണ്ടായി, എന്തായാലും 20% മേലെ പോവും. അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് യൂസ് ചെയ്യുന്നത്. എന്താണ് ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡ് യൂസ് ചെയ്യുമ്പോൾ ഉള്ള ഇക്വേഷൻ, നമ്മൾ പഴയ ഇക്വേഷൻ കണക്ക് തന്നെ. ഇൻകം ഇലാസ്റ്റിസിറ്റി ആയിരുന്നെങ്കിൽ ഇൻകം വെച്ചിട്ട് ചെയ്യുക, പ്രൈസ് ഇലാസ്റ്റിസിറ്റി ആണെങ്കിൽ പ്രൈസ് വെച്ചിട്ട് ചെയ്യുക.
ഇവിടെ എന്താണ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻസ് വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. സോ ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡിന്റെ ഇലാസ്റ്റിസിറ്റി കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ Q2 - Q1 divided by A2 - A1 into A2 plus A1 divided by Q2 plus Q1 എന്താണ് ഇതെന്ന് പറയുന്നത് എന്താണ് ഡെൽറ്റ ക്യൂവും ഡെൽറ്റ എയും ആണ്. ഇത് മാത്രമേ ഉള്ളൂ അഡീഷണൽ. ഓക്കെ, അപ്പം എന്താണ് ഇവിടെ A1 കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആദ്യം തുടക്കത്തിൽ നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ എത്രയാണെന്നാണ്. A2 എന്ന് പറയുന്നത് അതിനുശേഷം ഇപ്പോൾ നമ്മൾ പുതുതായിട്ട് പ്രസന്റിൽ നമ്മൾ റിവൈസ് ചെയ്തിട്ട് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ കുറച്ചും കൂടി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ കുറച്ചും കൂടി ആഡ് ചെയ്യുമല്ലോ, ആ രണ്ടാമത്തെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ ആണ് A2. Q1 എന്ന് പറയുന്നത് ഒറിജിനൽ ക്വാണ്ടിറ്റി, Q2 എന്ന് പറയുന്നത് പ്രസന്റ് ക്വാണ്ടിറ്റി ഓഫ് സെയിൽ. അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു എക്സാമ്പിൾ പറയാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഞാനിപ്പോൾ അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടി ചിലവഴിച്ചുകൊണ്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 40,000 ആണ്. ഓക്കെ, അഡ്വർടൈസ്മെൻറ്റിന് വേണ്ടിയിട്ട് എൻ്റെ ഫേം ഇപ്പോൾ 40,000 രൂപയാണ് ചിലവഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ 40,000 രൂപ വെച്ച് ചിലവഴിക്കുമ്പോൾ എനിക്ക് നടക്കുന്ന സെയിൽ എന്ന് പറയുന്നത് 25,000. ഇപ്പോൾ TV ആണെങ്കിൽ 25,000 യൂണിറ്റ് എനിക്ക് സെയിലാവുന്നുണ്ട്. ദെൻ ഞാൻ ഡിസൈഡ് ചെയ്യുകയാണ് അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ കുറച്ചും കൂടി കൂട്ടാം, കുറച്ചും കൂടി അഡ്വർടൈസ്മെന്റ് കൊടുക്കാം. സോ ഈ വർഷം ഞാൻ എന്ത് കൊടുക്കുന്നു, 50,000 രൂപ ഞാൻ അഡ്വർടൈസ്മെന്റിന് വേണ്ടി കൊണ്ടുവരുന്നു. ഞാൻ അഡ്വർടൈസ്മെന്റ് 50,000 രൂപ കൊടുക്കുമ്പോൾ എനിക്കൊരു എക്സ്പെക്ടേഷൻ കാണുമല്ലോ, ഇത്ര എമൗണ്ട് ഞാൻ ഉദ്ദേശിച്ചാണ്. അതായത് 40,000 രൂപയ്ക്ക് അഡ്വർടൈസ്മെന്റ് കൊടുത്തപ്പോൾ എനിക്ക് 25,000 യൂണിറ്റ് ആണ് സെയിൽ നടക്കുന്നതെങ്കിൽ ഞാൻ ഒരു 10,000 രൂപയ്ക്കും കൂടി അഡ്വർടൈസ്മെന്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അഡീഷണൽ ഒരു 10,000 രൂപയ്ക്കും കൂടി ആഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒരു 5,000 യൂണിറ്റും കൂടി എനിക്ക് ഇൻക്രീസ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ 5,000 യൂണിറ്റ് കൂടും എന്ന് പറയുന്ന എക്സ്പെക്ടേഷനോട് കൂടിയാണ് ഞാൻ എന്ത് ചെയ്യുന്നത്, 50,000 രൂപയ്ക്ക് കൊടുക്കുന്നത്. അപ്പോൾ 25,000-ൽ നിന്നും 30,000 ആകും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ കൊടുക്കുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ്, എങ്ങനെയാണ് യൂണിറ്റ് ഇലാസ്റ്റിസിറ്റി ആണോ അല്ലെങ്കിൽ ലെസ് ദാൻ യൂണിറ്റി ആണോ മോർ ദാൻ യൂണിറ്റി ആണോ എന്ന് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ഈ കേസിൽ Q1, Q2, A1, A2 ഇതൊക്കെ ഏതാണെന്ന് ആദ്യം ഐഡന്റിഫൈ ചെയ്യണം. ഫസ്റ്റ് ആദ്യം 40,000 രൂപയായിരുന്നു എൻ്റെ ആദ്യത്തെ അഡ്വർടൈസ്മെന്റ് എക്സ്പെൻഡിച്ചർ. സോ A1 എന്ന് പറയുന്നത് എന്താണ്, 40,000 ആണ്. A2 എന്ന് പറയുന്നത് എന്താണ്, 50,000. പുതുതായിട്ട് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് എന്താണ്, ഇപ്പോൾ 50,000 രൂപ ചിലവഴിക്കാൻ വേണ്ടി ഞാൻ ഉദ്ദേശിക്കുന്നുണ്ട്. സോ A2 എന്ന് പറയുന്നത് 50,000. ഇനി Q1 എന്ന് പറയുന്നത് 40,000 രൂപ ചിലവഴിച്ചുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് 25,000 ആയിരുന്നു സെയിൽ ഉണ്ടായിരുന്നത്. സോ അതാണ് എൻ്റെ ബേസ്. ദെൻ Q2 ആണ് 30,000. ഓക്കെ, ഇനി ഇക്വേഷൻ വെച്ചിട്ട് ചെയ്ത് നോക്കാം. ഇവിടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് എന്താണ് Q2 എത്രയാണ് നമുക്കുള്ളത്, 30,000 മൈനസ് Q1 എത്രയാണ്, 25,000 ഡിവൈഡഡ് ബൈ A2 എന്ന് പറയുന്നത് 50,000 ഡിവൈഡഡ് ബൈ A1 എത്രയാണ്, 40,000 ഇൻറ്റു A2 പ്ലസ് A1 എത്രയാണ്, 50,000 ആണ് പ്ലസ് 40,000 ഡിവൈഡഡ് ബൈ Q2 പ്ലസ് Q1 എത്രയാണ്, Q2 30,000 പ്ലസ് 25,000 അല്ലേ, ഇങ്ങനെയല്ലേ വരുന്നത്. ഓക്കെ, അതിനു മുമ്പ് ഇത് ആർക്ക് ഇലാസ്റ്റിസിറ്റി ആണോന്ന് കണ്ടുപിടിക്കണം. ആർക്ക് ഇലാസ്റ്റിസിറ്റി ആണോന്ന് എങ്ങനെ കണ്ടുപിടിക്കും, പെർസെൻറ്റേജ് ചേഞ്ച് നോക്കണം അല്ലേ. നേരത്തെ 40,000 രൂപയ്ക്കായിരുന്നു അഡ്വർടൈസ്മെന്റ് കൊടുത്തുകൊണ്ടിരുന്നത്, ഇത്തവണ 50,000 രൂപയ്ക്ക് കൊടുത്തു. അപ്പോൾ എത്രയാ, 10,000 രൂപയുടെ ഇൻക്രീസ് ഉണ്ടായി. ഓക്കെ, ഇപ്പോൾ 10,000 രൂപയുടെ ഡിഫറൻസ് ഉണ്ടായി. ബേസ് എത്രയായിരുന്നു, 40,000 ആയിരുന്നു ആദ്യം കൊടുത്തുകൊണ്ടിരുന്നത്. സോ 40,000 ഇൻറ്റു 100 എത്ര വരുന്നുണ്ട്, 25% ആണ് വരുന്നത് അല്ലേ. 25% ആണ് വരുന്നത്. സോ 20%-ൽ അധികം ആയതുകൊണ്ട് തന്നെ ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. ഓക്കെ, അതാദ്യം കണ്ടുപിടിക്കുക, എന്നിട്ട് വേണം ഇത് ഫോളോ ചെയ്യാൻ. ഇനി ഇത് പ്രകാരം എത്രയാണ് വരുന്നത്, 30,000 മൈനസ് 25,000 എത്രയാണ്, 5,000 ഡിവൈഡഡ് ബൈ 50,000 മൈനസ് 40,000 എത്ര വരും, 10,000 ഇൻറ്റു 40,000 പ്ലസ് 50,000 90,000 ഡിവൈഡഡ് ബൈ 55,000 9/11 എന്ന് വരും. ആൻസർ വരുന്നത് 0.818 ഇങ്ങനെയായിരിക്കും ആൻസർ വരിക. സോ ഇതെന്താണ്, ഇതെന്ത് ഇലാസ്റ്റിസിറ്റി ആയി, ലെസ് ദാൻ യൂണിറ്റി ആയി. കാരണം ഒന്നുപോലും ആയിട്ടില്ല അല്ലേ,
0.1, അതായത് ഒന്നിനേക്കാളും താഴെയാണ്. സോ അതുകൊണ്ട് തന്നെ എന്താണ്, ലെസ് ദാൻ യൂണിറ്റി ആണ്. അതായത് നമുക്ക് വലിയ പ്രോഫിറ്റ് ഒന്നും കിട്ടത്തില്ല, ചെറിയൊരു ഡിമാൻഡിൽ ഒരു വ്യത്യാസം ഉണ്ടാവും, പക്ഷെ അത് ഒരിക്കലും പ്രോഫിറ്റ് ആവത്തില്ല. ഇങ്ങനെയാണ് നമ്മൾ ആർക്ക് ഇലാസ്റ്റിസിറ്റി മെത്തേഡിൽ നമ്മൾ കണ്ടുപിടിക്കുന്നത്. താങ്ക് യു.